ഗുഡ് മോർണിംഗ് അച്ഛാ. ആ ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റോ എല്ലാരും? അച്ഛൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇന്ന് ഞായറാഴ്ച അല്ലടാ. അത് ഞാൻ മറന്നു. നാളെ ന്യൂ ഇയർ തുടങ്ങുകയല്ലേ, നമുക്ക് വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ? ഞാൻ റെഡി. ബേബിക്ക് അത് പിടിക്കാൻ പറ്റില്ലടാ, നല്ല കനമുണ്ട് അതിന്. അത് അച്ഛനതാ, അച്ഛൻ നോക്കിക്കോളാം. എന്നിട്ട് ബാക്കിയാവുന്ന ചവറുണ്ടെങ്കിൽ ആ കുഞ്ഞിച്ചോല് കൊണ്ട് അടിച്ചു വാരിക്കോ. എന്താ? ഓക്കേ. ആഹാ, എന്താണ് പതിവില്ലാതെ എല്ലാ സ്ഥലവും വൃത്തിയായല്ലോ. നാളെ ന്യൂ ഇയർ അല്ലേ മുത്തശ്ശി? അപ്പൊ അച്ഛൻ പറഞ്ഞു വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാമെന്ന്. അപ്പോൾ ഞങ്ങളും കൂടി. നല്ല കുട്ടികൾ. പക്ഷേ ഇത് ന്യൂ ഇയർ ദിവസത്തിൽ മാത്രം ഒതുങ്ങി പോകരുത്. നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും എന്നും വൃത്തിയാക്കി വെക്കണം. ഇല്ല മുത്തശ്ശി, ഞങ്ങൾ ഇനി മുതൽ എല്ലാ ദിവസവും വൃത്തിയാക്കും. അങ്ങനെയാണ് നല്ല കുട്ടികൾ ചെയ്യേണ്ടത്. അല്ല മുത്തശ്ശി, എന്തുകൊണ്ടാണ് ഈ ജനുവരി 1 ഒരു വർഷത്തിന്റെ തുടക്കമായത്? അതൊക്കെ വളരെ പണ്ട്, അതായത് BC 45 മുതലാണ് ജനുവരി 1 വീണ്ടും പുതുവർഷമായി അംഗീകരിച്ചത്. അതിനു മുമ്പ് റോമൻ കലണ്ടർ പ്രകാരം മാർച്ചിലായിരുന്നു പുതുവർഷം. ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ തയ്യാറാക്കിയത്. മുത്തശ്ശി ഒരു മാന്ത്രിക കലണ്ടറിന്റെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ ഒരിടത്ത് ഒരു മുയൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞുകൂടാ, ആ മുയലിന്റെ മുറിയിലെ ചുമരിൽ ഒരു കലണ്ടർ തൂങ്ങിക്കിടപ്പുണ്ട്. ആ കലണ്ടറിൽ ഒരു സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രവുമുണ്ട്. എന്നും നമ്മുടെ മുയൽ ജോലിക്ക് പോകുമ്പോൾ കലണ്ടറിലെ സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രത്തെ നോക്കി യാത്ര പറയും. ഹായ്, ടാറ്റാ, പോയിട്ട് വരാട്ടോ. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം നമ്മുടെ മുയൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു. അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കുമോ? പോയിട്ട് വരാം, ടാറ്റാ. ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ജോലി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അതാ മേശപ്പുറത്ത് നല്ല ചൂടുള്ള ഭക്ഷണ വിഭവങ്ങൾ. ഇതെന്ത് കഥ? അത് കൊള്ളാലോ. എന്തേലും ആവട്ടെ, വിശന്നിട്ട് വയ്യ. മുയൽ മേശപ്പുറത്ത് കണ്ട ചൂടുള്ള ഭക്ഷണമൊക്കെ സ്വാദോടെ കഴിച്ചു. പിറ്റേ ദിവസവും പതിവ് പോലെ മുയൽ ജോലിക്ക് പുറപ്പെട്ടപ്പോൾ പറഞ്ഞു. അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ആ മേശപ്പുറത്തുള്ള ഇന്നലെ കഴിച്ച പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാമോ? ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. മുയൽ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് തന്റെ പാത്രങ്ങളെല്ലാം നന്നായി കഴുകി അടുക്കി വെച്ചിരിക്കുന്നതാണ്. മുയലിന് അത്ഭുതം ഇരട്ടിച്ചു. അങ്ങനെ അടുത്ത ദിവസവും മുയൽ പറഞ്ഞു. അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ഈ വീടൊന്ന് വൃത്തിയാക്കി വെക്കാമോ? ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. പക്ഷെ അന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുയലിനൊരു സംശയം. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒന്ന് പോയി നോക്കിയാലോ? അങ്ങനെ മുയൽ പണി നേരത്തെ നിർത്തി വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി ജനൽ വഴി നോക്കിയപ്പോൾ കണ്ടത് കലണ്ടറിലെ സുന്ദരി വീട് വൃത്തിയാക്കുന്നതാണ്. മുയൽ നേരെ കലണ്ടറിലേക്ക് നോക്കി. കലണ്ടറിൽ സുന്ദരിയെ കാണുന്നില്ല. മുയൽ ശബ്ദമുണ്ടാക്കാതെ വീടിന്റെ പിൻവാതിലിലൂടെ കടന്നു ചെന്ന് പെട്ടെന്ന് കലണ്ടർ ചുരുട്ടി വെച്ചു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ സുന്ദരിയോട് മുയൽ പറഞ്ഞു. എന്റെ സുന്ദരി, നീ കലണ്ടറിലേക്ക് തിരിച്ചു പോകണ്ട. നമുക്കൊരുമിച്ച് ഇവിടെ താമസിക്കാം. അത് ഒരിക്കലും കഴിയില്ല. എന്നെ ഒരു മൂങ്ങ സന്യാസി ശപിച്ച് കലണ്ടറിൽ ഒരു ചിത്രമാക്കി മാറ്റിയതാണ്. ചിത്രത്തോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ എനിക്ക് മോക്ഷം ലഭിക്കും. പക്ഷേ സന്യാസി എന്നെ വീണ്ടും കണ്ടാൽ? ഒരു സന്യാസിയും ഇവിടേക്ക് വരില്ല. വരുമ്പോൾ നമുക്കപ്പം നോക്കാം. അങ്ങനെ സുന്ദരി മുയൽ സമ്മതിച്ചു. മുയലിന് ഒരു കൂട്ടായി അവിടെ താമസം ആരംഭിച്ചു. മുയൽ അവൾക്ക് കലണ്ടറിലെ സുന്ദരി എന്ന് തന്നെ പേരും ഇട്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആരും കാണാതെ കലണ്ടറിലെ സുന്ദരി മുയലിന്റെ ആ വീട്ടിൽ താമസിച്ചു പോന്നു.
അങ്ങനെ ഒരു ദിവസം മുയൽ ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കലണ്ടറിലെ സുന്ദരി വീടിന് പുറത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടു. ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് 2 കുറുക്കന്മാർ വീടിന് പുറത്ത് കരയുന്നതാണ്. എന്ത് പറ്റി? നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് രാജാവിന്റെ ഭടന്മാരാണ്. രാജാവിന് ഇന്ന് ഭക്ഷണത്തിന് മാനിറച്ചി വേണം പോലും. ഞങ്ങൾ ഒരുപാട് നേരമായി മാനിനെ തിരയുന്നു. ഒരിടത്ത് പോലും കാണാനില്ല. മാനില്ലാതെ മടങ്ങിപ്പോയാ ഞങ്ങളുടെ തല പോകും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു മാനിനെ ഞാൻ തരാം. അവൾ വായുവിൽ കൈ കറക്കി നീട്ടി. അത്ഭുതമെന്ന് പറയട്ടെ, അവരുടെ മുന്നിൽ ഒരു മാൻ പ്രത്യക്ഷപ്പെട്ടു. ഭടന്മാർക്ക് സന്തോഷമായി. അവർ അതിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഹായ്, എന്തു രുചി! ഇത്രയും രുചിയുള്ള ഒരു ഇറച്ചിയും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടി, ഈ മാനിനെ? ഭടന്മാർ കാര്യം പറഞ്ഞു. ഇത് കേട്ട രാജാവ് ആജ്ഞാപിച്ചു. എങ്കിൽ അവളെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് വേണം. വേഗം പിടിച്ചുകൊണ്ടുവാ. മഹാരാജാവേ, ആ സ്ത്രീ ഒരു മുയലിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. എങ്ങനെ കൊണ്ടുവരും പ്രഭു? ശരിയാണ്, അത് രാജനീതിയല്ല. അതിനൊരു പോംവഴിയുണ്ട്. ആ മുയലിനെ നമുക്ക് ഇല്ലാതാക്കാം, അത്ര തന്നെ. അതെങ്ങനെ? വെറുതെ ഇല്ലാതാക്കാൻ പാടില്ല. അതിനെന്തെങ്കിലും കാരണം വേണം. എന്ത് കാരണം? ഇനി അതും ഞാൻ പറഞ്ഞു തരണോ? നിങ്ങളെയൊക്കെ പിന്നെ എന്തിനാ ഇവിടെ 4 നേരം ഭക്ഷണം തന്ന് പണിക്ക് നിർത്തിയിരിക്കുന്നത്? ആലോചിക്കണോ? സോറി പ്രഭു, എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് ആർക്കും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു ദൗത്യം ആ മുയലിനെ ഏൽപ്പിക്കാം. അവൻ അത് ചെയ്തില്ലെങ്കിൽ അവനെ നാട് കടത്താം. അങ്ങനെ ആവട്ടെ. എത്രയും പെട്ടെന്ന് അവനെ കാര്യങ്ങൾ അറിയിക്കുക. അങ്ങനെ മുയൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ ഭടന്മാർ മുയലിനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മുയലിനെ കണ്ടതും ഭടന്മാർ പറഞ്ഞു, നാളെ വരുമ്പോ രാജാവുമായി ഒരു കുതിരപ്പന്തയം നടത്തണം. പന്തയത്ത് തോറ്റ നിന്നെ പിന്നെ ഈ കാട്ടിൽ കാണില്ല, കേട്ടല്ലോ? പന്തയമോ? പാവം മുയൽ. രാജാവിനാണെങ്കിൽ ഒരുപാട് കുതിരകളുണ്ട്, തനിക്കാണെങ്കിൽ ഒറ്റ കുതിര പോലും ഇല്ല. അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ മുയൽ തന്റെ വീട്ടിലെത്തി സുന്ദരിയോട് സങ്കടത്തോടെ പറഞ്ഞു, നിനക്ക് കേൾക്കണോ? നാളെ രാജാവ് എന്നെ നാട് കടത്തും. എന്തിന്? നാളെ രാജാവുമായി ഒരു കുതിരപ്പന്തയം വേണമത്രേ. അതിന് നമുക്ക് എവിടെ ഈ കുതിര? ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിക്കോളൂ. ഞാൻ നാളെ നിങ്ങളെ നേരത്തെ വിളിച്ചുണർത്താം. അങ്ങനെ മുയൽ മനസ്സില്ലാ മനസ്സോടെ കിടന്നുറങ്ങി. നമ്മുടെ സുന്ദരി മുയലാകട്ടെ മാജിക് കാണിച്ച് ഒരു വെളുത്ത കുതിരയെ ഉണ്ടാക്കി. അങ്ങനെ നേരം വെളുത്തു. പുറത്ത് ടക് ടക് എന്ന ശബ്ദം കേട്ടാണ് നമ്മുടെ രാജാവ് ഉണർന്നത്. രാജാവ് കൊട്ടാരത്തിന് പുറത്തു വന്ന് കണ്ട കാഴ്ച കണ്ട് ഞെട്ടി. അതാ നമ്മുടെ മുയൽ കുതിരപ്പുറത്ത് വന്ന് നിൽക്കുന്നു. രാജാവും ഭടന്മാരും പകച്ചുപോയി. അങ്ങനെ പന്തയം ആരംഭിച്ചു. രാജാവിന്റെ കുതിരയെ വെട്ടിച്ചതാ നമ്മുടെ മുയലിന്റെ കുതിര മുന്നോട്ട് പായുന്നു. അങ്ങനെ നമ്മുടെ രാജാവ് പന്തയത്തിൽ തോറ്റുപോയി. ഇനി എന്ത് ചെയ്യും? നമ്മുടെ മുയലിനെ രാജാവ് വീണ്ടും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. നിനക്കെങ്ങനെയാണ് ഇത്രയും കഴിവുകൾ കിട്ടിയത്? അപ്പോൾ മുയൽ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി മുതൽ ഈ രാജ്യം ഭരിക്കാൻ എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. പ്രഭു, അപ്പൊ നിങ്ങൾ കൊട്ടാരത്തിന് പുറത്ത്. ഇനി ഇവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പുതിയ മന്ത്രിമാർ. കലണ്ടറിലെ സുന്ദരിയും മുയലും കൊട്ടാരത്തിൽ താമസിച്ചു. രാജ്യം മുഴുവൻ ആ ദിവസം പുതുവത്സര ദിനമായി രാജാവ് പ്രഖ്യാപിച്ചു. ഹായ്, അടിപൊളി, സൂപ്പർ. നീ ഇതൊക്കെ എപ്പോൾ പഠിച്ചു? അമ്മ പഠിപ്പിച്ചു തന്നതാ. അമ്മ പഠിപ്പിക്കുമ്പോൾ നീ ഇരിക്കാഞ്ഞിട്ടല്ലേ? നിനക്കും പഠിക്കാമായിരുന്നു. അത് പിന്നെ മുത്തശ്ശി, ഇന്ന് ഈ വയലിൽ വെച്ച് ഒരു കഥ പറഞ്ഞു തരുമോ? അത് അടിപൊളിയായിരിക്കും. പറ മുത്തശ്ശി, പ്ലീസ്. പറയാം. പണ്ട് ഒരു കാട്ടിൽ ഒരു കരടി ജീവിച്ചിരുന്നു. പുഴയിൽ നീരാടിയും മീനിനെ പിടിച്ചും അവർ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു.
അങ്ങനെ ഇരിക്കെ സ്വന്തം കാട്ടിൽ വരൾച്ച വന്നു. അങ്ങനെ ആ കാട്ടിലെ വരൾച്ച കാരണം ആഹാരത്തിനുള്ള വകയൊക്കെ കുറഞ്ഞപ്പോൾ അവൻ സ്വന്തം കാട് വിട്ട് മനസ്സില്ലാ മനസ്സോടെ അടുത്ത കാട്ടിലേക്ക് യാത്രയായി. പെട്ടെന്നാണ് കരടിക്കുട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ദൂരെ അതാ ഒരു ചെറിയ കുടിൽ. കരടിക്കുട്ടൻ മറ്റൊന്നും ആലോചിക്കാതെ കുടിൽ ലക്ഷ്യമാക്കി നടന്നു. നമ്മുടെ മൂങ്ങ സന്യാസിയുടെ കുടിലായിരുന്നു അത്. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. നമസ്കാരം ചേട്ടാ, ഞാൻ തൊട്ടപ്പുറത്തെ കാട്ടിൽ നിന്ന് വരികയാണ്. എന്താണ് വന്ന കാര്യം പറയൂ. മഹാഭാഗ്യവാനായിരുന്നു അവൻ. അതുകൊണ്ടാണല്ലോ മൂങ്ങ സന്യാസിയുടെ അടുത്ത് തന്നെ അവൻ ചെന്ന് പെട്ടത്. അവന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ മൂങ്ങ സന്യാസി തന്നോടൊപ്പം താമസിക്കാൻ അവനെ അനുവദിച്ചു. അമ്മാവാ, അങ്ങേക്കുള്ള ആഹാരം കൂടി ഞാൻ എത്തിച്ചോളാം. കരടിക്കുട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ മൂങ്ങ സന്യാസിക്ക് ഉണ്ടായ സന്തോഷം കുറച്ചൊന്നുമായിരുന്നില്ല. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും വളരെയേറെ അടുത്തു. അസ്ത്രവിദ്യയിലും വയലിൻ വായനയിലും അതിനിപുണനായ നമ്മുടെ മൂങ്ങ സന്യാസി ആ വിദ്യ രണ്ടും കരടിക്കുട്ടനെ പഠിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കരടിക്കുട്ടൻ പറഞ്ഞു, അമ്മാവാ, ഒന്ന് നാട്ടിൽ പോകണമെന്നൊരു മോഹം. എന്റെ ആൾക്കാരൊക്കെ അവിടെയാണല്ലോ. അമ്മാവൻ അനുവദിച്ചാൽ. മോനെ, അങ്ങനെ ഒരാശ തടയാൻ ഈ അമ്മാവന് പറ്റുമോ? പോയി വരൂ. മൂങ്ങ സന്യാസി 2 കൈകളും തലയിൽ വെച്ച് അവനെ അനുഗ്രഹിച്ചു. എന്നിട്ട് തന്റെ അമ്പും വില്ലും അവന് കൊടുത്തിട്ട് പറഞ്ഞു, നിനക്കിവ തുണയായിരിക്കും. മാന്ത്രിക സ്പർശമുള്ളതാണ് രണ്ടും. സുരക്ഷിതമായി മടങ്ങി വരിക. അങ്ങനെ കരടിക്കുട്ടൻ തന്റെ സ്വന്തം നാട്ടിലേക്ക് പുറപ്പെട്ടു. സ്വന്തം കാട്ടിലെത്തിയ കരടിക്കുട്ടൻ ആദ്യം കണ്ടുമുട്ടിയത് ചെന്നായയെ ആയിരുന്നു. അവര് പരസ്പരം വിശേഷങ്ങളൊക്കെ കൈമാറി. ഒടുവിൽ ചെന്നായി പറഞ്ഞു, എന്റെ പൊന്ന് സ്നേഹിത, വിശന്നിട്ട് വയ്യ. രാവിലെ മുതൽ ഒരു കാട്ടുമാനിന്റെ പിന്നാലെ കൂടിയതാ. എന്നെ വെട്ടിച്ച് അവൻ ഓടിക്കളഞ്ഞു. ഇവിടെ എവിടെയോ അവനുണ്ട്. തളർന്നടാ, വയ്യ. ഹോ, ഇതാണോ കാര്യം? അതിലെന്തത്ര വിഷമിക്കുന്നു? ദാ ഇത് കണ്ടോ, ഇവനെ ഒന്ന് പ്രയോഗിച്ചാൽ എത്ര ദൂരെയുള്ള മാനും ടിം അവനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി. അമ്പും വില്ലും തയ്യാറാക്കി അവൻ ഒരുങ്ങി നിന്നു. ഏറെ നേരം കഴിഞ്ഞില്ല, ചെന്നായ സന്തോഷത്തോടെ പറഞ്ഞു, ദാ നോക്ക് അവിടെ. എന്നാൽ മാനിനെ വീഴ്ത്തിയ കരടിക്കുട്ടനോട് ഒരു നന്ദി വാക്ക് പോലും ചെന്നായ പറഞ്ഞില്ല. പകരം അമ്പും വില്ലും തനിക്ക് നൽകണമെന്ന് വാശി പിടിക്കുകയാണ് ചെയ്തത്. പറ്റില്ല, ഇത് ഞാൻ തരില്ല. ചേട്ടാ, എന്റെ അമ്പും വില്ലും ഇവൻ മോഷ്ടിച്ചു. ഇല്ലല്ല, ഇത് എന്റേതാണ്. കുറുക്കൻ 2 പേരുടെയും വാദപ്രതിവാദങ്ങൾ കേട്ടു. ഒടുവിൽ പറഞ്ഞു, ഒരു തീരുമാനത്തിലെത്താൻ എനിക്ക് കഴിയുന്നില്ല. കാട്ടുകോടതിക്ക് മുന്നിൽ നമുക്ക് പ്രശ്നം അവതരിപ്പിക്കാം. കോടതി കൂടുന്നത് വരെ തർക്കത്തിന് കാരണമായ വസ്തു താൻ സൂക്ഷിക്കും. എന്താ? ചെന്നായ ആ അഭിപ്രായം പെട്ടെന്ന് തന്നെ അംഗീകരിച്ചു. കരടിക്കുട്ടനും അത് സമ്മതിക്കേണ്ടി വന്നു. എന്നാണ് കോടതി കൂടുന്നതെന്ന് മുഖ്യ വിധികർത്താവായ സിംഹവുമായി കൂടി ആലോചിച്ച് പറയുന്നതാണ്. ഇപ്പോ എല്ലാവർക്കും പിരിഞ്ഞു പോകാം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ കരടിക്കുട്ടൻ അവിടെ നിന്നും നടന്നു നീങ്ങി. കരടിക്കുട്ടൻ പോയെന്ന് ഉറപ്പിച്ച ശേഷം കുറുക്കൻ ചെന്നായയോടായി പറഞ്ഞു, എടോ, വാസ്തവത്തിൽ അമ്പും വില്ലും നിന്റെ തന്നെ ആണോടേ? അതിന് ചെന്നായ മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം ഒരു കള്ളച്ചിരി ചിരിച്ചു.
നിന്റേതാണെങ്കിലും അല്ലെങ്കിലും അടുത്ത ആഴ്ച കോടതി കൂടും. നിനക്കനുകൂലമായി ഞാൻ നിൽക്കാം. പക്ഷേ ഒരു ദിവസം നിന്റെ കയ്യിലെങ്കിൽ അടുത്ത ദിവസം എന്റെ കയ്യിൽ. എന്താ? അല്പം ആലോചിച്ചിട്ട് ചെന്നായ വ്യവസ്ഥ അംഗീകരിച്ചു. അങ്ങനെ കാട്ടുകോടതി ദിവസം വന്നു. തർക്കങ്ങൾ കാര്യമായി നടന്നു. കരടിക്കുട്ടന് തന്റെ വാദം ഭംഗിയായി അവതരിപ്പിക്കാനായില്ല. കുറുക്കനാകട്ടെ ചെന്നായ്ക്ക് അനുകൂലമായ രീതിയിൽ സംസാരിക്കുക കൂടി ചെയ്തപ്പോൾ എല്ലാം കരടിക്കുട്ടനെതിരായി. മോഷണം വധശിക്ഷക്ക് അർഹമായ കുറ്റമാണെന്നാണ് കാട്ടുനിയമം. ഒരു ഇളവോടുകൂടി കരടിക്ക് വധശിക്ഷ വിധിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം അവന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാവാം. അതാണ് അവനുള്ള ആനുകൂല്യം. വയലിൻ, തന്റെ മാന്ത്രിക വയലിൻ, അതെനിക്ക് വായിക്കണം. അതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. കരടിക്കുട്ടൻ പതിയെ വയലിൻ വായിക്കാൻ തുടങ്ങി. വയലിൻ വായന മുന്നോട്ട് നീങ്ങവേ സിംഹമടക്കമുള്ള മൃഗങ്ങൾക്ക് മെല്ലെ ഉറക്കം വരാൻ തുടങ്ങി. കുറുക്കൻ പാതി അടഞ്ഞ കണ്ണുകളുമായി നിന്നു. വയലിന്റെ തീവ്രതയേറി എല്ലാവരും ഉറക്കത്തിലേക്ക് മയങ്ങി വീണു. കരടിക്കുട്ടൻ വയലിൻ വായന തുടർന്നു. ഉറങ്ങാതിരിക്കാൻ ഒരു മൃഗത്തിനും ആയില്ല. പ്ലീസ് വയലിൻ നിർത്തൂ. ക്ഷീണിച്ച അവശരായി 2-3 മൃഗങ്ങൾ കുഴഞ്ഞു വീണു. ഒടുവിൽ സിംഹം പിന്നെയും പറഞ്ഞു, വയലിൻ നിർത്തൂ പ്ലീസ്. എന്റെ സിംഹാസനം പോലും നിനക്ക് തരാം. ഒടുവിൽ സിംഹം അലറി. വിധി പിൻവലിച്ചിരിക്കുന്നു. അമ്പും വില്ലും കരടിക്ക് തന്നെ. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ചതിയിലൂടെ നേടിയതൊന്നും ശാശ്വതമല്ല. പണ്ട് കൃഷ്ണപുരം രാജ്യത്ത് സത്യസന്ധനും ബുദ്ധിമാനുമായ ഒരാൾ ജീവിച്ചിരുന്നു. രാജൻ എന്നായിരുന്നു അയാളുടെ പേര്. ഒരാൾ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ അയാളുടെ പക്കൽ നിന്നും ഒരു പണക്കിഴി താഴെ വീണു പോവുകയും അത് നമ്മുടെ രാജൻ കാണുകയും ചെയ്തു. രാജൻ വിളിച്ചു പറഞ്ഞു, ചേട്ടാ, ചേട്ടന്റെ പണക്കിഴി ദാ താഴെ വീണുപോയി. രാജൻ പണക്കിഴി വഴിയാത്രക്കാരന് കൊടുത്തു. നന്ദിയുണ്ട് സുഹൃത്തെ. നിങ്ങൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ പണം നഷ്ടപ്പെടുമായിരുന്നു. എന്താണ് നിങ്ങളുടെ പേര്? രാജൻ. ഇനി മുതൽ നിങ്ങൾ വെറും രാജനല്ല, സത്യരാജ് എന്നാണ്. സത്യം മാത്രം പറയുന്നത് കൊണ്ട് നാട്ടുകാർ എല്ലാവരും അയാളെ സത്യരാജ് എന്ന് പേരിട്ട് വിളിച്ചു. ഒരിക്കലും കള്ളം പറയാത്ത അയാളുടെ സ്വഭാവം പ്രശസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ ആൾക്കാർ സത്യരാജിനെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെ രാജാവും ഭടന്മാരിൽ നിന്നും സത്യരാജിനെ കുറിച്ച് അറിയുവാനിടയായി. ഒരിക്കൽ പോലും കള്ളം പറയാത്ത സത്യരാജിനെ നേരിട്ട് കാണാൻ തന്നെ രാജാവ് തീരുമാനിച്ചു. ആരവിടെ? സത്യരാജിനോട് നമ്മെ വന്ന് കാണാൻ പറയൂ. രാജാവ് തന്നെ കാണണം എന്നറിയിച്ചതും അയാൾ ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് വന്നു. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല എന്ന് കേട്ടു. ശരിയാണോ സത്യരാജ്? അല്ലയോ രാജാവേ, അങ്ങ് കേട്ടത് പൂർണ്ണമായും ശരിയാണ്. ഞാൻ ജീവിതത്തിൽ ഇതുവരെയും കള്ളം പറഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും പറയുകയുമില്ല. ഇനി ഒരിക്കലും കള്ളം പറയുകയുമില്ല എന്ന സത്യരാജിന്റെ പ്രസ്താവന രാജാവിന് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. അത് കേട്ടതും രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും കള്ളം പറയുകയില്ല എന്ന അങ്ങയുടെ തീരുമാനം വളരെ നല്ലതാണ്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ നാവിൽ കള്ളം വരെ എളുപ്പം കടന്നു വരും. അതുകൊണ്ട് ഇനി അങ്ങോട്ടും വളരെയധികം ശ്രദ്ധിക്കണം. ഇതും പറഞ്ഞ് രാജാവ് സത്യരാജിനെ പോകാൻ അനുവദിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. രാജാവ് വീണ്ടും സത്യരാജിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. കൊട്ടാരത്തിലെത്തിയ സത്യരാജ് ഭടന്മാർക്കൊപ്പം നായാട്ടിന് തയ്യാറായി നിൽക്കുന്ന രാജാവിനെയാണ് കണ്ടത്. സത്യരാജിനെ കണ്ടതും രാജാവ് പറഞ്ഞു, ഞാൻ നായാട്ടിനായി പോവുകയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. രാജ്ഞി ഇപ്പോൾ മറ്റൊരു കൊട്ടാരത്തിലാണ് ഉള്ളത്. നിങ്ങൾ അവിടെ പോയി രാജ്ഞിയോട് ഞാൻ ഇന്ന് നായാട്ടിന് പോകുന്നുവെന്നും നാളെ ഉച്ചയോടെ ഇവിടെ എത്തുമെന്നും അറിയിക്കണം. മാത്രമല്ല നാളെ ഉച്ചയ്ക്ക് എനിക്കായി വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കാനും പറയണം. ഞാൻ നായാട്ട് കഴിഞ്ഞു വന്ന് നാളെ നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം. ശരി പ്രഭു. അങ്ങനെ രാജാവിന്റെ വാക്കുകൾ കേട്ട സത്യരാജ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. സത്യരാജ് പോയി കഴിഞ്ഞതും
രാജാവ് തന്റെ ഭടന്മാരോടായി ഇപ്രകാരം പറഞ്ഞു: ഞാൻ ഇന്ന് നായാട്ടിന് പോകുന്നില്ല. മാത്രമല്ല, ഞാൻ കൊട്ടാരത്തിലേക്കും നാളെ കഴിഞ്ഞേ പോകൂ. ഒരിക്കലും കള്ളം പറയില്ല എന്ന് പറഞ്ഞ സത്യരാജനെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ഹ ഹ ഹ ഹ ഹ. സത്യസന്ധനും ബുദ്ധിമാനുമായ സത്യരാജ് കൊട്ടാരത്തിലെത്തിയിട്ട് രാജ്ഞിയോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാജ്ഞി, ഞാൻ രാജാവിന്റെ ദൂതുമായി വന്നതാണ്. രാജാവ് ചിലപ്പോൾ ഇന്ന് വേട്ടയ്ക്ക് പോകുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് നാളെ ഉച്ചയ്ക്ക് ചിലപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ഇവിടേക്ക് വരുമായിരിക്കും. ഇതു കേട്ട രാജ്ഞിക്ക് ദേഷ്യമായി. അവർ സത്യരാജിനോട് ചോദിച്ചു: നിങ്ങൾ എന്താണ് പറയുന്നത്? രാജാവ് ഇന്ന് നായാട്ടിന് പോയോ? നാളെ എവിടേക്ക് വരുമെന്നോ? രാജാവിന്റെ ദൂത് എന്താണെന്ന് വ്യക്തമായി പറയൂ. രാജ്ഞിയുടെ ചോദ്യം കേട്ടതും സത്യരാജ് പറഞ്ഞു: ക്ഷമിക്കണം രാജ്ഞി, അദ്ദേഹം ഇന്ന് നായാട്ടിന് പോകുമെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പോകുന്നത് ഞാൻ കണ്ടില്ല. രാജാവ് രഥത്തിന്റെ സമീപത്ത് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. നാളെ ഭക്ഷണം കഴിക്കാൻ വരുമെന്നും പറഞ്ഞു. എന്നാൽ അദ്ദേഹം രാജാവാണ്. എപ്പോൾ വേണമെങ്കിലും തന്റെ തീരുമാനം മാറ്റാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നായാട്ടിന് പോയോ എന്ന കാര്യത്തിലും നാളെ വരുമോ എന്ന കാര്യത്തിലും എനിക്കൊരു ഉറപ്പും പറയാൻ കഴിയില്ല. സത്യരാജിന്റെ മറുപടി കേട്ട രാജ്ഞിക്ക് ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറുപടി പറയുന്നതെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ രാജ്ഞി സത്യരാജിനോട് കൂടുതലൊന്നും ചോദിച്ചതുമില്ല. എന്നാൽ ഇതൊന്നും അറിയാത്ത രാജാവാകട്ടെ തന്റെ പദ്ധതി പ്രകാരം വരുമെന്ന് അറിയിച്ചതിലും ഒരു ദിവസം കൂടി കഴിഞ്ഞാണ് എത്തിയത്. സത്യരാജിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു രാജാവ്. സത്യസന്ധനായ ആ സത്യരാജ് താൻ ഇന്നലെ വരുമെന്ന് കള്ളം പറഞ്ഞുവോ? രാജാവിന്റെ സന്തോഷത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ രാജ്ഞിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ രാജ്ഞി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഒരിക്കലുമില്ല പ്രഭു. അദ്ദേഹം ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. ബുദ്ധിമാനായ ഒരാൾ ഒരിക്കലും കള്ളം പറയുകയില്ല. ഇത് കേട്ട രാജാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം രാജ്ഞിയോട് സത്യരാജ് എന്താണ് പറഞ്ഞതെന്ന് അന്വേഷിച്ചു. രാജ്ഞി സത്യരാജ് പറഞ്ഞത് എന്താണെന്ന് രാജാവിനോട് വിശദീകരിച്ചു. ഇത് കേട്ട രാജാവ് സത്യസന്ധനായ സത്യരാജിന്റെ ബുദ്ധി സാമർഥ്യവും മനസ്സിലായി. അദ്ദേഹം സത്യരാജിന് തന്റെ സത്യസന്ധതയ്ക്കും ബുദ്ധി സാമർഥ്യത്തിനുമുള്ള പ്രതിഫലമായി ധാരാളം സമ്മാനങ്ങൾ നൽകി യാത്രയാക്കി.